വന്ന് തിരുവവതാരം ചെയ്ത് ആത്മലോകത്തെ രക്ഷിക്കുവാൻ എത്രമാത്രം കായക്ലേശങ്ങളും പട്ടിണികളും പരിഹാസങ്ങളും ദുഷികളും സഹിച്ചുകൊണ്ട് തന്റെ ആദൃശ്യം താൻ ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് എന്നടിയങ്ങൾ ഓർക്കുന്നു. ഓ ജാതിയുടെ പേരിൽ അങ്ങ് അനുഭവിച്ച ത്യാഗത്തിന്റെ ഫലമാണ് ആ തൃക്കൈകളാൽ നേർച്ച വാങ്ങിയ പൊന്നോമന തങ്കക്കുടത്തിൽ 26 സംവത്സരക്കാലം അടിയങ്ങളുടെ ഉടമസ്ഥൻ ഉത്രാട നാളിൽ വാണിരുന്നു എന്നടിയങ്ങൾ. ആ ഉത്രാടം 97ാമത് ജന്മനക്ഷത്രമാകുന്നു. അന്മേനികളാകുന്ന അടിയങ്ങൾ ഈ സന്നിധാനത്തിൽ വെച്ച് അങ്ങയുടെ തൃക്കൈകളാൽ ഉദ്ഘാടനം ചെയ്ത ഈ പുണ്യ ആശ്രമത്തിൽ അടിയങ്ങൾ രാവിലെ മുതൽ ഇതേ സമയം വരെയും അങ്ങയുടെ തിരുനാമം പാടി സ്തുതിച്ചുകൊണ്ട് ആ പൊന്മുഖത്തേക്ക് നോക്കി നിന്ന് വിളിച്ച ഓ അടിയങ്ങളുടെ വിളി കേൾക്കുവാൻ ഉടമസ്ഥാങ്ങല്ലാതെ ഇവിടെ ആരുമില്ലല്ലോ. അടിയങ്ങളുടെ രക്ഷകൻ അങ്ങാണെങ്കിൽ, അടിയങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവാണെങ്കിൽ, അടിയങ്ങൾക്ക് ജന്മം തന്ന കാരുണ്യവാദിയാണെങ്കിൽ അടിയങ്ങളെ രക്ഷിക്കുവാൻ അവിടെ കഴിവുണ്ടെന്ന് അടിയങ്ങൾ. ഓ ഗയാമ്പുമേനിയ കാർമുകിൽ വന്ന ശുഭാനന്ദ രൂപമേ, എങ്ങനെ അങ്ങേ വർണ്ണിക്കും, എങ്ങനെ അങ്ങേ കീർത്തിക്കും. അടിയങ്ങളുടെ നാവുകൾക്ക് ശക്തി പോരുന്നു. ഓ അത്ഭുത പുരുഷന്റെ തിരുനാവിൽ കൂടി എല്ലാം അനുഗ്രഹമായി നടക്കട്ടെ എന്ന് തിരുനാവിൽ കൂടി ആ ശബ്ദിച്ച തിരുശബ്ദമാണ് ഇന്ന് പ്രഭാതത്തിൽ 6 മണി മുതൽ ഇതേ സമയം വരെയും ഒരു തമ്പുരാന്റെ തിരുനാമ സ്തുതിച്ചെന്നടിയാമ്പുമേനിയായ കാർമുകിൽ വന്ന ഞാൻ ശരീരമല്ല, ലോകമുള്ള കാലം വരെയും ശരീരങ്ങളെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് എന്റെ ആദൃശ്യം ഭൂമിയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ ഒരു ഗുരുവുണ്ടെങ്കിൽ അത് സത്യസ്വരൂപനായ ശുഭാനന്ദ രൂപമാണെന്ന്. ഓ അശുഭമായ ഒരാനന്ദം കലിയുഗത്തിൽ പ്രദാനം ചെയ്യുവാൻ കലിയുഗ രക്ഷകനായി നാമസങ്കീർത്തനത്തിൽ കൂടി മോക്ഷം കൊടുക്കുവാൻ മോക്ഷദായകനായി തിരുവവതാരം ചെയ്തത് അടിയങ്ങളുടെ ഉടമസ്ഥനാണെന്ന് അടിയങ്ങൾ. ഓ കയാമ്പുമേനിയായ കാർമുകിൽ വന്ന ശുഭാനന്ദമേ, 5 തിരുശരീരങ്ങളെ വാഹനമായി വാണിരുന്ന ആ പൊന്നോമന പൊൻകുടങ്ങളിലൊക്കെ പാദപർശനമേറ്റ ഒരു പുണ്യ സ്ഥാപനമാകുന്നു. ഓ പ്രാണികളും കഴിവില്ലാത്തവരും ബലമില്ലാത്തവരും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുമായ പാവപ്പെട്ടവരായ കഴിവില്ലാത്തവരായ ഓ മനസന്തതികളാണ് ഈ സമയം മുതൽ അങ്ങേ വിളിച്ചെന്ന്. ഓ തമ്പുരാനെ, അങ്ങയുടെ തിരുമൊഴി ശബ്ദം, അങ്ങയുടെ മധുരമേറിയ തിരുമൊഴി, ആ ദൈവത്തിന്റെ സ്നേഹം അടിയങ്ങൾക്കൊരു തിരുവിടലിൽ കൂടി അനുഭവിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഒരുക്കിയതാണ്. ദൈവം ആരാണെന്നും ദൈവത്തിന്റെ വസിപ്പിടം എവിടെയാണെന്നും ദൈവരൂപം എന്താണെന്നും അത് ആത്മാവിന്റെ പരിപൂർണതയിൽ എത്തിക്കുന്ന രൂപമാണെന്നും ബോധസ്വരൂപൻ അടിയങ്ങളിൽ ഉപദേശിച്ചപ്പോഴാകുന്നു അടിയങ്ങൾ അറിയുന്നത്. ഒന്നുമില്ലാതെ കിടന്ന ഈ സ്ഥാപനത്തെ കാണുന്നില്ല. ഒരു നേരം ഭക്ഷണം കഴിക്കുവാനില്ലാത്ത സ്ഥാപനമാണല്ലോ ദൈവം. കൂടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചവരാണല്ലോ ദൈവം. എല്ലാം നടക്കട്ടെ, എല്ലാം ഉണ്ടാകട്ടെ, എല്ലാം പ്രകൃതിയിൽ കൂടി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് തിരുനാവിൽ കൂടി കൽപ്പിച്ചത് പ്രകൃതി പുരുഷൻ ഏറ്റുവാങ്ങിക്കൊണ്ടിതാ വേണ്ടതെല്ലാം ഒരുക്കി തന്നു. എല്ലാം ഒരുക്കി അങ്ങയുടെ മക്കളിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞു പോയല്ലോ. ദൈവത്തിന്റെ കരുണയാണെന്നടിയങ്ങളാണ്, കാരുണ്യവാരിയുടെ കരുണയാണെന്നടിയങ്ങൾ. ഉത്രാട ജന്മനക്ഷത്രത്തിൽ തിരുനാവിൽ കൽപ്പിച്ചത് എല്ലാം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച പൊന്നോമന കണ്ണനാണ് അടിയങ്ങളുടെ ശുഭാനന്ദരവും. ആ പുരാണ നക്ഷത്രത്തിലും കാർത്തിക നക്ഷത്രത്തിലും മകയിരത്തിലും വന്നത് ഒരേ ഒരു ശബ്ദമാണ്, ഒരേ ഒരു ശക്തിയാണ്, ഒരേ ഒരു ചൈതന്യമാണെന്ന് അടിയങ്ങൾ അറിയുന്നു. കാർത്തിക നക്ഷത്രത്തിൽ വാണിരുന്നു കൊണ്ട് ഓരോ ശാഖാ ആശ്രമങ്ങളിലും ആ ഉത്രാടം
നടത്തുവാൻ തിരുനാവിൽ കൂടി കൽപ്പിച്ച പ്രകാരം എല്ലാം ഇന്ന് നടന്നപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എല്ലാ ശാഖകളിലേക്കും പോയിരുന്നു എന്ന് അടിയങ്ങൾക്ക് വർണ്ണിക്കുവാൻ അടിയങ്ങൾക്ക് ചിന്തിക്കുവാൻ നാവുകൾ അടിയങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിന് ഉപരിയായ നിലയിൽ നടത്തി തന്ന പരമഗുരുവായ ഓ കൈവിടാതെ കാത്തുകൊണ്ട് വിടാതെ ഏഴകളെ കാത്തുകൊണ്ട് മഹാരോഗത്തിൽ നിന്ന് കാത്തുകൊണ്ട് ലോകത്തിനെ രക്ഷിക്കണമേ. നീ എന്താണ് അടിയങ്ങൾ ഇതുപോലൊരു കൂട്ടായ്മ കൂടി ആരാധന നടക്കുന്നുണ്ട്. അടിയങ്ങൾക്ക് ഇതുപോലെ അങ്ങയുടെ ഓമന മക്കളുടെ പൊന്മുഖം കണ്ടുകൊണ്ട് ആനന്ദിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തന്നെ അവസരത്തിൽ ഓടിയങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിവില്ല. ഓ മാതാപിതാക്കൾ മക്കളെ നോക്കിയിരിക്കുന്നത് പോലെ ഇവരുടെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് ഓടിയങ്ങളെ കാത്തിരിക്കുന്ന ഉടമസ്ഥനാണെന്നടിയങ്ങളെ കൈവിടാതെ കാത്തുകൊണ്ട് ഈ വർഷത്തെ ഉത്രാട മഹോത്സവം ഇത്രയും മനോഹരമായി ആനന്ദകരമായി നടത്തി തന്ന വൻ കാരുണ്യത്തിനടിയങ്ങൾ കോടാകോടി നന്ദി പറഞ്ഞു അടിയങ്ങളുടെ കണ്ണുനീരുകളെ തുടച്ചു മാറ്റി അടിയങ്ങൾക്ക് ആശ്വാസം തരുവാൻ അടിയങ്ങളെ രക്ഷിക്കുവാൻ അടിയങ്ങളുടെ ഉടമസ്ഥൻ അടിയങ്ങളുടെ കൂടെ ഉണ്ടെന്നടിയങ്ങളെ അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങള് വിദ്യാഭ്യാസം ചെയ്യാൻ നിവർത്തിയില്ല. ആ ദാരിദ്ര്യ ദുഃഖത്താൽ വലയുന്നു. ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും എന്റെ ഗുരുവിന്റെ ജന്മദിനം ഘോഷിക്കേണ്ടത് എന്റെ ആവശ്യമാണെന്ന് കണക്കാക്കിക്കൊണ്ട് ഈ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന അങ്ങയുടെ ഓമന മക്കളെ കാണണം. ദൈവമേ, അവർക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി അവർക്ക് വേണ്ടതെല്ലാം അങ്ങ് പ്രകൃതിയിൽ ദാനം ചെയ്യുന്നു. വ്യാഴാഴ്ചടിയങ്ങളുടെ തങ്കക്കുടം ആ സമാധിയായ ദിനമാണെന്ന് കർക്കിടകം 13-ാം തീയതി അടിയങ്ങളുടെ പൊന്നോമനക്കണ്ണൻ ആ തങ്കക്കുടം ആ വിശ്വരൂപം വാണിരുന്ന ആ പൊൻകുടം കല്ലറയ്ക്കുള്ളിൽ മറവായ ദിനമാണെന്നടിയ നേരത്തെ വ്രതത്തോടുകൂടി ആരാധിച്ച് ഈ സന്നിധാനത്തിൽ കടന്നു വന്ന പ്രാർത്ഥന നടത്തുവാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. ഒന്നുമില്ലെങ്കിലും എന്റെ ദൈവമുണ്ട് എന്ന് പരിപൂർണത വിശ്വാസത്തോടുകൂടി ആര് ജീവിക്കുന്നുവോ അവർക്ക് അങ്ങയുടെ കരുണയുണ്ടാകാം. നീ കൈവിടാതെ കാത്തുകൊണ്ട് ഈ സ്തുതി അടിയങ്ങൾ അങ്കണ പ്രദക്ഷിണത്തോടുകൂടി തിരുസന്നിധാനത്തിലേക്ക് കടന്നു കയറി പൊന്മുഖം നോക്കി തൊഴുകൈകളോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നവിധമാകുന്ന രോഗങ്ങളാൽ ആശുപത്രി കട്ടിലിൽ കിടന്നുകൊണ്ട് അങ്ങയെ വിളിക്കുന്നവരുണ്ടെന്ന് കാണുന്നു. ആ രോഗം പിടിപെട്ടുകൊണ്ട് ഓരോ സ്ഥലത്ത് കിടന്നുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നവരുണ്ടെന്ന് കാണുന്നു. കുഞ്ഞുങ്ങളൊക്കെ ശരീരം വിട്ട് ആ പരമാത്മാവിനോട് ചേർന്നത് ഓരോ നടിയങ്ങളും എല്ലാം അടിയങ്ങളുടെ തമ്പുരാൻ അവരെ എല്ലാം സ്വീകരിച്ച് കുടുംബങ്ങൾക്കെല്ലാം ശാന്തിയും സമാധാനവും കൊടുത്തുകൊണ്ട് തമ്പുരാൻ പൊന്നോമന കണ്ണൻ സുഖത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി സന്തോഷവാനായ അങ്ങ് വാഴുമാതിരി സന്നിധാനത്തിന്റെ മുമ്പിൽ ആ പടുത്തുയർത്തുന്ന മഹാഗോപുരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പണി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് കാണുവാൻ തക്കവണ്ണം അടിയങ്ങളെ അങ്ങ് ഒരുക്കുമാറാകർമ്മണ അങ്ങയുടെ തിരുമുമ്പിൽ അങ്ങേക്ക് ഹിതമല്ലാതെ വല്ലതുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ സർവശക്തി ശ്രമിച്ച് അടിയങ്ങളെ വീണ്ടെടുക്കണമേ. അടിയങ്ങളെ അങ്ങ് വീണ്ടെടുക്കണമേ. വീണ്ടെടുക്കണമേ. ദയാനിധി വീണ്ടെടുക്കണമേ. ഏകനിധി വീണ്ടെടുക്കണമേ. സർവശക്തനാകുന്ന നീതിരുവടിയാൽ അതിനെല്ലാം കഴിയുമെന്നുള്ള ഭക്തി വിശ്വാസത്തോടെ സമസ്തവും പുണ്യവാദേ സർവേശ്വരായ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം ശ്രീ ശിവാനന്ദായ നമഃ. ഓം
Hello,
വായിച്ച കാലത്ത് ഭഗവത് സന്നിധാനത്തിലെത്തി ഭഗവാന്റെ ആ സ്നേഹവും ലാളനയും ഒക്കെ അനുഭവിച്ച് ഈ നിമിഷം വരെ, ഇപ്പോൾ ഈ നിൽക്കുന്ന നിമിഷം വരെ, ഞാനിവിടെ നിൽക്കുന്ന ഈ നിമിഷം വരെ എൻ്റേതായ അനുഭവങ്ങളും എൻ്റേതായ അവസ്ഥകളും എല്ലാം എൻ്റെ ഭഗവാൻ ആനന്ദ ജീവിതത്തിൽ കൂടി എനിക്ക് ദാനം ചെയ്ത ആ പുണ്യ ഭാഗ്യമാണ് ഇന്നെനിക്ക് വർണ്ണിക്കാൻ പരമാനന്ദമായ ഭാഗ്യം. നിങ്ങളൊക്കെ ഓർത്ത് കാണും, ഒരുപക്ഷെ നിങ്ങളെ കഴിഞ്ഞും ചെറിയ പ്രായത്തിൽ ഒരു 17 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭഗവാൻ ആനന്ദ ജീവിത തിരുവടികളെ കാണുവാനും ഭഗവാന്റെ പാദപത്മത്തിലെത്തി അങ്ങനെ ആശ്രയിച്ച് ജീവിക്കുവാനും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സർവരെയും സ്വന്തം ഭവനങ്ങളെയും ഉപേക്ഷിച്ച് ഒറ്റ മാതാവിനെയും ഉപേക്ഷിച്ച് ഭഗവാന്റെ ആ തേജോരൂപ കണ്ടുകൊണ്ട് എല്ലാം വിടിഞ്ഞ് കുട്ടിയമ്മയുടെ പുറകെ ഇറങ്ങി തിരിച്ചു ഒരാളാണ്. 17 വയസ്സ് മുതൽ ഇപ്പോൾ എനിക്ക് 67-ാമത്തെ വയസ്സിലാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ ഭഗവാന്റെ ആ കാരുണ്യത്തിൽ കൂടി ശുഭാനന്ദ ചൈതന്യം തിളങ്ങി വിളങ്ങി പ്രകാശിച്ചു വാണിരുന്ന ആ അഖണ്ഡ ജ്യോതിസായ പരമ്പൊരുളായ ഭഗവാൻ ആനന്ദജി ഗുരുദേവനെ കണ്ടതുകൊണ്ടാണ് എല്ലാം വെടിഞ്ഞ് ആ പരമാത്മാവിലേക്ക് ചേരുവാൻ എൻ്റെ മനസ്സ് പിടിച്ചു. അപ്പം നമുക്ക് നമ്മുടെ ഭഗവാൻ പാടിത്തന്നു, അയ്യോ ഈ ഉണ്ണിക്കൂട അയ്യോ തിരുമൊഴികളും ആ ഉണ്ണിക്കുഴവേറും ആ കണ്ണനെ പോലെ കളിയാടുന്ന ആ അവസ്ഥയെ കണ്ടപ്പോൾ എല്ലാം മറന്ന് എൻ്റെ തമ്പുരാനോട് ജയിച്ചു ചേർന്ന ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായി. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ജീവിതം പകുതി ലോകത്തിൽ കഴിഞ്ഞ് പകുതി പാപങ്ങൾ പടിഞ്ഞായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ശുഭാനന്ദ ഗുരുദേവന്റെ പാദത്തിലെത്തിയത്. ആ പാദപത്മത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുവാൻ തക്കവണ്ണം ആ ഗുരുതമ്പുരാൻ ഒരു കഴിവ് തന്നത് കൊണ്ടാണ്. ആ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഭഗവാനെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായി. 18-ാമത്തെ വയസ്സിൽ ദേവലോകത്തിന്റെ താഴെ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വഴിയിലിട്ട് തല്ലിയപ്പോൾ ആ അടി കൊണ്ടപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു, എന്തിനിതിൻ്റെ പുറകെ ഞാൻ ഇറങ്ങി തിരിച്ചു. ഒരു പാഠം നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചു തരിക, പറഞ്ഞു തരിക. എന്തിന് ഞാൻ ഇതിൻ്റെ പുറകെ പോയി? ഈ തല്ല് മേടിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? അന്ന് നമ്മുടെ ബാബു ഇത്രയേ ഉള്ളൂ. മൂലയിടത്തെ ശശി ബാബുവിനൊക്കെ ഇത്തിരി കൂടി തലയെടുക്കും. ഈ 2 കൊച്ചുങ്ങളും ഞാനും നമ്മുടെ അമ്മയും ഈ ചൗട്ടിരിക്കെ താമസിച്ചുകൊണ്ടിരുന്ന മീനാക്ഷിയമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുമായിട്ട് ഞങ്ങൾ ദേവലോകത്ത് എല്ലാവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന വരവിന് ഞങ്ങളെ കാത്തുനിൽക്കുകയാണ് റോഡിൽ, ഞങ്ങളെ കാത്തുകെട്ടിയിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം എൻ്റെ ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ആ സ്നേഹം കൊണ്ടാണ്. ഇതിനെ വിട്ടുപോകാതെ, ഇതിനെ മറികടക്കാതെ, തല്ലുകൊണ്ടാലും അടി കൊണ്ടാലും പോലീസ് സ്റ്റേഷൻ കയറിയാലും ഒന്നാലും അയ്യോ ഈ ഉണ്ണിക്കൂടവായ നല്ല ഭംഗിയും അയ്യോ ഉണ്ണിക്കൂടവായ നല്ല ഭംഗിയോ കണ്ടാ ഞാൻ പോരുകില്ലേ.
മുന്നിലേക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ബോധസ്വരൂപൻ വാരിപ്പിളർന്നു. എല്ലാം മറപ്പിച്ചു, ദുഃഖങ്ങളെ മറപ്പിച്ചു. ആത്മാവിന്റെ പരിപൂർണതയിൽ എത്തിക്കുവാൻ പരമാത്മാവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളെന്ന് ആ പരമാത്മാവ് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി. അതിനുദാഹരണമായി ഞാൻ പറഞ്ഞതാണ്, തല്ലുകൊണ്ടപ്പോൾ അവിടെ കിടന്ന് തല്ലുകൊണ്ട് കുട്ടിയമ്മ തല്ലി റോഡിലിട്ട് ഞാൻ അവിടുന്ന് കരഞ്ഞു കൂവി തിരിച്ച് ദേവലോകത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഓടി വരുമ്പോൾ അടിച്ച് വഴി വീട് മുട്ടടിച്ച് വീട് കിടക്കുന്ന ഒരു രംഗം ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ വന്നു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് തല്ലുകൊണ്ടത്? കട്ടിട്ടല്ല തല്ലുകൊണ്ടത്, മോഷ്ടിച്ചിട്ടല്ല തല്ലുകൊണ്ടത്, ആരുടെയും വീട്ടിൽ കയറിയിട്ടല്ല തല്ലുകൊണ്ടത്. പരമാത്മാവിന്റെ സത്യം പാടി തിരിച്ചെഴുന്നള്ളി വരുമ്പോൾ ആ തല്ലുകൊണ്ടപ്പോഴും ആ റോഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾ അവരെ തല്ലരുത്, എന്നെ തല്ലിക്കോളാൻ പറഞ്ഞ് നിന്ന് കൊടുത്ത ഒരു പുണ്യവതിയായ അമ്മയുടെ ആ 4 സെന്റിന്റെ ഭൂമിയുടെ അവരുടെ അടുക്കളയാണിന്ന് നിങ്ങൾ ഇരിക്കുന്ന ഈ ദേവാലയം. മറക്കരുത് നിങ്ങൾ അമ്മേനെ. അവരുടെ അടുക്കളയാണിത്. ഈ ഭഗവാൻ ഈ ഇരിക്കുന്ന സിംഹാസനം കുട്ടിയമ്മയുടെ അടുക്കളയാണ്. ഇത് അവരുടെ ബെഡ്റൂമാണ്. ഈ ഹാള് അവരുടെ ബെഡ്റൂമാണ്. അന്നത്തെ കാലത്തുണ്ടായ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. തല്ലും കൊണ്ട് ഭഗവാനെ കണ്ട് തിരിച്ചിവിടെ വന്നു നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. എനിക്ക് ഇതിനകത്ത് നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല, ഞാൻ പോവുക. കണ്ടവന്റെ ഒക്കെ അടിമേടിച്ച് ഈ സത്യമില്ലാത്ത കാര്യത്തിൽ അടിമേടിച്ച് എന്തിനിതിനെ പുറകെ ജീവിക്കുന്നു എന്നോർത്ത് ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ എന്നോട് അമ്മ പറഞ്ഞത്, നമ്മളെ ഒരു ചുമടെടുക്കും, അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ഒരിക്കലും അത് തള്ളിക്കളഞ്ഞു പോകരുത്. നമുക്ക് നാളെ അമ്പോറ്റിൻ്റെ അടുത്ത് പോകാം, അനന്തജി ഗുരുദേവന്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കാലം ഞാൻ നോക്കുമ്പോൾ മുട്ട് ചതഞ്ഞ് പൊട്ടിയിട്ട് അമ്മയ്ക്ക് നടക്കത്തില്ല. തള്ളതല്ല പൊട്ടി. അമ്മ അടി കൊണ്ട് നിലത്തോട്ട് വീണപ്പോൾ മുട്ടടിച്ചിട്ട് ആ മുട്ട് ചതഞ്ഞ് ചുമന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതുകൊണ്ട് എന്നാ പ്രയോജനം? എൻ്റെ അന്നത്തെ ഇളത്ത പ്രായത്തിൽ ചോദിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അന്ന് ഞാൻ അമ്മയോട് ചോദിച്ചത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് നമുക്ക് എന്താണ് ഗുണം? ഈ തല്ലും കൊണ്ട് നമ്മുടെ ദേഹവും ചതഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് പുണ്യവതിയായ അമ്മ പറഞ്ഞത്, ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ ത്യാഗം സഹിച്ചതിൻ്റെ ഒരംശം നമുക്ക് തന്നതുകൊണ്ട് നമ്മൾ സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുവാനാണ് അമ്മ പറഞ്ഞത്. എന്നാൽ ശരി, നമുക്ക് അമ്പൂൻ്റെ അടുത്ത് പോകാം. ഞങ്ങൾ ബസ്സേ കയറി രാവിലെ. ഒരു 10 പൈസ വണ്ടി കൂലിക്കില്ല. അന്ന് 2 രൂപ കൊടുത്താൽ മതി മാവേലിക്കര സന്നിധാനത്തിൻ്റെ മുമ്പിൽ ചെന്നിറങ്ങാൻ. അതിന് പോലും നിവൃത്തിയില്ലാതെ പൈസ വായ്പ മേടിച്ച് ഇപ്പുറത്ത് താമസിച്ച അവരോട് പൈസ വായ്പ മേടിച്ചുകൊണ്ട് സന്നിധാനത്തിൽ എത്തിയപ്പോൾ ഭഗവാൻ ശയിക്കുകയാണ്. അമ്പോറ്റിയുടെ സപ്രമഞ്ച കട്ടിലിൽ അമ്പോറ്റി കിടന്ന് ഉറങ്ങുകയാണ്. ആ മുറിയുടെ വാതുക്കൽ ചെന്ന് നിന്നപ്പോൾ സരസ്വതിയമ്മ പറഞ്ഞു, അമ്പോറ്റി കുട്ടിയമ്മ അമ്മാളും കൂടെ വന്നിട്ടുള്ളത് പറഞ്ഞു. ഒരു ചരിത്രം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അനന്തജി ഗുരുദേവന് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങളെ പറഞ്ഞില്ലെങ്കിൽ ഭഗവാൻ തന്ന ആ ജന്മം നമ്മൾ നഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞത് കുട്ടിയമ്മ അമ്മാളും കൂടെ ഇതാ വന്നിരിക്കുന്നു. അമ്പൂറ്റി പറഞ്ഞ് കഥക് തുറക്കാൻ പറഞ്ഞ് കഥക് തുറന്നപ്പോൾ തൃപ്പാദത്തിലേക്ക് ഞാൻ വീട് കരഞ്ഞു. കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാലിൽ എഴുന്നേറ്റിരുന്നപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അമ്പൂറ്റി അടിയങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന വഴി തല്ലിയ അടിയങ്ങളെ തല്ലിയേ. അപ്പോൾ എൻ്റെ ഓരത്തെ പിടിച്ചെന്നെ പൊക്കിയിട്ട് പറഞ്ഞു, അമ്മാളുവിനെ തല്ലിയോ? അടിയനെ തല്ലിയേ, കുട്ടിയമ്മേനെ തല്ലിയേ. പിള്ളേർ 2 പേരുണ്ടായിരുന്നു. ബാബുവിൻ്റെ കൊച്ചു പയ്യനായിരുന്നു. ബാബുവിനെ തല്ലാൻ കിട്ടിയില്ല. ശശിക്കിട്ട് ഒരെണ്ണം കൊടുത്തേ. കുറെ നേരത്തേക്ക് മിണ്ടാതെ പറഞ്ഞത്, നിങ്ങൾ തല്ലുകൊണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കി തരും. നിങ്ങൾ ഒരിക്കലും ദ്വേഷിക്കേണ്ട. അവൻ്റെ 7 തലമുറയോട് ചോദിച്ചിട്ട് ശുഭാനന്ദ ഗുരുദേവൻ അടങ്ങും.
എന്നെയോ കുട്ടിയമ്മയും ഇങ്ങനെ രണ്ട് കൈകൊണ്ട് ചേർത്ത് പിടിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, നമ്മളെ ഒരിക്കലും വിഷമിക്കണ്ട, നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളും തീർത്ത് നിങ്ങളുടെ കൂടെ ഞാൻ എന്നും കാണും, ഒരിക്കലും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ എൻ്റെ പൊന്നു തമ്പുരാന്റെ 97ാമത് ജന്മനക്ഷത്രം ഇത്രയും സന്തോഷപ്രദമായി, ഇത്രയും ആനന്ദപ്രദമായി, ഇത്രയും അനുഗ്രഹപ്രദമായി നടത്തി തന്ന എൻ്റെ ഭഗവാനോട് ഒരു നന്ദി ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഭഗവാൻ തന്നത്. വേറെ ഒന്നിനുമല്ല. നിങ്ങൾ വിട്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അല്ല നിങ്ങളുടെ കുടുംബജീവിതങ്ങളിലേക്ക് ധന്യമായിട്ട് പോകണം, അല്ല നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട്, ഇതൊന്നുമില്ല. ഒന്നും എനിക്കില്ലെങ്കിലും എല്ലാം നീയേ ജന്മത്തിന്റെ മഹത്വം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ഭഗവാൻ ആ ഇരുന്ന കാലഘട്ടങ്ങളിലുള്ള ഒറ്റ താരാസ്തുതി പോലും മുടങ്ങിയിട്ടില്ല. ആനന്ദജി ഗുരുദേവൻ ചെന്ന് കണ്ട കാലം തൊട്ട് ഭഗവാൻ സമാധിയാകുന്ന നിമിഷം വരെയുള്ള എല്ലാ താരാസ്തുതികളും കിട്ടും കെട്ടി പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അവിടെ ചെന്ന് വിറക് മേടിച്ച് കഞ്ഞി വെച്ച ഒരു കാലഘട്ടം, അവിടെ ചെന്ന് പടച്ചോറുണ്ട ഒരു കാലഘട്ടം. കുട്ടിയമ്മേ, ഇതൊക്കെ മാറിയിട്ട് നിങ്ങളിവിടെ വന്ന് കൈ കഴുകിയിരുന്നാൽ മതി, നിങ്ങളുടെ മുമ്പിൽ ചോറ് വരുമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര തരത്തിലാണ് ഭഗവാൻ നമ്മളിൽ അനുഭവപ്പെട്ടത്. അമ്പോറ്റിയുടെ ആ ശബ്ദങ്ങളുടെ മഹത്വമാണ് ഞാൻ പറഞ്ഞു തന്നത്. അമ്പോറ്റി നമ്മളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതെല്ലാം ഓർക്കുമ്പോൾ ഈ പൊന്നോമന കണ്ണൻ, ഈ ശുഭാനന്ദ രൂപം, ഈ ദിവ്യ രൂപം, ഈ ആനന്ദ രൂപം, അഖണ്ഡ ജ്യോതിസായ പരമ്പൊരുളെ, അങ്ങ് എത്രമാത്രം ത്യാഗം സഹിച്ചുകൊണ്ടാണ് തന്റെ ആദർശത്തെ ഈ ഭൂമിയിൽ അങ്ങ് സ്ഥാപിച്ചതെന്ന് ഓർത്തു കഴിയുമ്പോൾ നമ്മുടെ ത്യാഗം വെറും നശ്വരമാണ്. നമ്മുടെ ത്യാഗം വെറും നശ്വരമാണ്. അങ്ങനെയുള്ള ഒരു അനുഭൂതിയാണ് ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ ഭഗവാനെ കീർത്തിക്കുവാൻ പറ്റുന്നില്ല. എങ്ങനെ അങ്ങ് വർണ്ണിച്ചിടും ഞാൻ ആത്മനാഥ, എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥ അങ്ങേ ഞാൻ, നിന്നോടെ വർണ്ണനങ്ങൾ ഈ ലോകമാസകലോ, നിന്നോടെ കാണുന്നതൊക്കെ അങ്ങയുടെ ലീലകളാണ്.
നാം നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം അങ്ങയുടെ ദിവ്യമായ ആ ലീലകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ആ അനുഭവ സുഖത്തെ ദാനം ചെയ്യുവാൻ ഭഗവാനല്ലാതെ ഇവിടെ ഈ ലോകത്തിൽ ഇവിടെ ആരുമില്ല. ശിവാനന്ദ ഗുരുദേവൻ അല്ലാതെ ഇഹപര ലോകത്തിൽ ഒരു ദുഃഖം വരുമ്പോൾ, ആ ദുഃഖത്തിലേക്ക് നമ്മൾ ആണ്ടുപോകുമ്പോൾ, ഒരു സുഖത്തിലേക്ക് നമ്മൾ ആണ്ടുപോകുമ്പോൾ, ആ ദുഃഖം നമ്മുടെ മക്കള് വേർപെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന, ഒരു മാതാവിനുണ്ടാകുന്ന ദുഃഖവും, ഒരു ഭാര്യയുടെ ഭർത്താവ് മരിച്ചുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും, ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും എല്ലാം നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ള ദുഃഖങ്ങളാണ്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ദുഃഖങ്ങളാണ് ഇത് മുഴുവൻ. എങ്കിലോ എന്റെ ഗുരുവിന്റെ പാദത്തിലെത്തി, എന്റെ മരണക്കിടക്ക വരെ എന്റെ ഗുരുവിന്റെ തിരുകർമ്മങ്ങളും തിരുവിഷ്ടവും ചെയ്ത് ജീവിക്കുവാൻ എനിക്കുള്ള പരമോന്നതമായ ഭാഗ്യം തന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമെന്ന് നമ്മളെല്ലാവരും ഓർക്കണം. കാരണം അമ്പോറ്റിയുടെ ഒരു പ്രഭാഷണത്തിൽ ഈയിടെ ഞാൻ കൊണ്ടു, ഭർത്താവ് മരിച്ചു പോയാലും, ഭാര്യ മരിച്ചു പോയാലും, മക്കള് മരിച്ചു പോയാലും, ആര് മരിച്ചു പോയാലും മരണം ലോകത്തിന്റെ സത്യമാണ്. അത് നിത്യമാണ്, അത് ശാശ്വതമാണ്. അതേ സമയത്ത് നശ്വരമായ ഈ ഭൗതിക ദേഹം നമ്മളിൽ വിട്ട് കടന്നു പോകുമ്പോൾ ശാശ്വതമായ പരമാത്മാവിന്റെ രൂപം നമ്മുടെ ആത്മാവിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്നിട്ട് ആത്മാവ് പോവുകയാണ്. അതെവിടെയാണ് ചെന്ന് ചേരുന്നത്? അതിന് ഭഗവാൻ പാടിത്തന്നു, ആദ്യന്ത ആനന്ദമേ മഹാത്മ്യ ബോധം. ഈ ബോധം അറിവാണ്. ഈ അറിവിൽ കൂടി വേണം നമ്മൾ മുന്നോട്ട് ജീവിതം നയിച്ചു പോകാൻ. അതിനുവേണ്ടിയാണ് ബോധം, ആത്മബോധം. ആത്മാവിൽ ബോധം ഉദിച്ചുയരുന്ന ഏതൊരു വ്യക്തികൾക്കും ആത്മനാഥനെ കണ്ടെത്തുവാൻ സാധിക്കും, ആത്മാവിന്റെ പരിപൂർണതയിൽ എത്തുവാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ എല്ലാം മറന്നുകൊണ്ട്, എല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട് ഭഗവാനോട് ഇഴുകിച്ചേരുകയാണ്. അവിടെ മാതാവെന്ന് നോട്ടമില്ല, അവിടെ സഹോദരങ്ങളെന്ന് നോട്ടമില്ല, അവിടെ ബന്ധുക്കളെന്ന് നോട്ടമില്ല, ആരും ഒരു നോട്ടമല്ല, അവിടെ ഒന്നിനോട് ഒരു നോട്ടമില്ല. അങ്ങനെ വരുന്ന ഒരു തമ്പുരാന്റെ പാദത്തിൽ എത്തിയിരിക്കുന്ന ഭഗവാന്റെ അരുമ ശിഷ്യ സന്തതികളെ, നമ്മുടെ കുട്ടികൾ ഇപ്പം ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്, വളരെയേറെ നാളുകൾ വളരെയേറെ അടുപ്പത്തിലായി എന്തോ ഒരു വലിയ ഒരു സ്നേഹബന്ധം നമ്മുടെ ഷിജുവിന് എന്നോട് ഉണ്ടായിരുന്നു. ആ കൊച്ചിന് വല്ലാത്ത ഒരു അന്തരീക്ഷം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. വന്നിരുന്നാൽ എപ്പോഴും എന്നോട് പറയുന്ന ഒരു ശബ്ദമാണ്. ഇപ്പോഴും എൻ്റെ കാതുകളിലേക്ക് ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. അമ്മ, നമ്മള് ഈശ്വര കർമ്മം ചെയ്യുന്നു എങ്കിൽ ആരെയും നിർബന്ധിക്കണ്ട. ഈശ്വരന്റെ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് വന്നൊന്ന് ചെയ്യാവോ, നിങ്ങൾ ഇതൊന്ന് ചെയ്യണേ. അവരുടെ മനസാക്ഷി അനുസരിച്ച് എൻ്റെ ഗുരുവിന്റെ കർമ്മം ചെയ്യുവാൻ എനിക്ക് എന്തുമാത്രം സാധിക്കുമോ അത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമാണെന്ന് കണക്കാക്കി വേണം നമ്മൾ ചെയ്യുവാനെന്ന് എൻ്റെ ഉള്ള ലാസ്റ്റ് ഒരു അറിവ്. എന്നാൽ ഞാൻ ആ അറിവും പ്രകാരം ചിന്തിച്ചപ്പോൾ ഈ കുഞ്ഞ് ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നോ, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നോ ഒന്നും ചിന്തിച്ചില്ല. അപ്പോഴും നമ്മുടെ കൂടെ നിന്ന് പറയുന്നു, മരണം സത്യമാണ്, മരണം ഒരിക്കലും ഇല്ലെന്ന് പറയുവാൻ സത്യമല്ല, മരണം സത്യമാണ്, അത് നിത്യമാണ്, അത് ശാശ്വതമായ ഒന്നാണ്. അതിനുദാഹരണമാണ് നമ്മുടെ ഇവിടെ പോലീസുകാരൻ അച്ഛൻ, നമ്മുടെ വടവാതിലുള്ള അദ്ദേഹം അധികം അമൃതായി കിടന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു. അമൃതക്കാര് പറഞ്ഞു ആ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ ഒത്തിരി ദിവസമായിട്ട് ഇവരുടെ ഒരു വിവരം അറിയുന്നില്ല. ഞാൻ എപ്പോഴും ഈ അമ്മയെ വിളിച്ചോണ്ടിരിക്കുന്നു. ഒരു ദിവസം വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മേ അച്ഛനെ അമൃതയെ ഉപേക്ഷിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുവന്നിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ അവിടെ കിടക്കുവാണ്. എന്നതാണെന്ന് അറിയത്തില്ല, വിഷമം ഇങ്ങനെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ പക്ഷേ നിങ്ങള് അമ്പൂറ്റിയെ വിളിച്ചപ്പോൾ വിവരം പറഞ്ഞു. ആരുമില്ലമ്മേ ഇവിടെ, ഞങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾ ആരും നിങ്ങളുടെ ആശ്രമത്തിൽ കൂടിയുണ്ട്, ഞങ്ങൾക്ക് ആരുമില്ല, ഈ തൊണ്ടയ്ക്ക് ഒരു അനക്കം മാത്രമേ. ഞാൻ പറഞ്ഞു പക്ഷേ എല്ലാവരെയും വിളിക്കും. അപ്പൊ പിറ്റേ ദിവസം അവര് നമ്മുടെ അമ്പൂറ്റിനടുത്ത് രാവിലെ ചെന്നു. ഗീതാസ്വാമി വിളിച്ചപ്പം അമ്പൂറ്റി പറഞ്ഞു രാവിലെ ഗീതാസ്വാമി പറഞ്ഞു ആ അമ്മയും മോളും കൂടെ ഭഗവാന്റെ അടുത്തിലേക്ക് രാവിലെ അവിടെ ചെന്നു. അമ്പൂറ്റി വരാതെ ഇരുന്നു.
ഇവർ ദക്ഷിണ കൊടുത്തു പറഞ്ഞപ്പോൾ അമ്പൂറ്റി പറഞ്ഞു, അദ്ദേഹത്തിന് മോക്ഷത്തിലേക്ക് പോകാനുള്ള സമയമായി, മോക്ഷവാദത്തിലേക്ക് അദ്ദേഹത്തിന് എത്തേണ്ട സമയമായി. അതുകൊണ്ട് ആ മോക്ഷത്തിലെത്തുവാൻ ഇത് ഇപ്പോൾ നല്ലൊരു സമയമാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മോക്ഷത്തിലേക്ക് എത്തിക്കുക. അമ്മ അവിടെ ചെന്ന പൂജാമുറിയിൽ നിന്നും ശകലം വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് ഈ കഷ്ടപ്പെടുത്താതെ ആത്മാവിനെ ഭഗവാൻ സ്വീകരിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ അതിനൊരു 10 മിനിറ്റ് മുമ്പ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ മരുമകൾ പറഞ്ഞു, അമ്മേ അതുപോലെ തന്നെ കിടക്കുമായിരുന്നു, മാറ്റമില്ല. അപ്പൊ അമ്മേനെ കൊണ്ട് ആശുപത്രി പോയി, മോളെ കൊണ്ട് ആശുപത്രി പോയി. അവരുടെ വീട്ടുകാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു തന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ അച്ഛൻ മരിച്ചു. അപ്പോൾ ഭഗവാനാണ് ആ ആത്മാവിനെ മോക്ഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഭഗവാൻ പറഞ്ഞ ആ അനുഭവങ്ങളിൽ കൂടി അവരുടെ ആശ്രമ ജീവിതങ്ങളിൽ കൂടി ആ അച്ഛനെ നമ്മുടെ ശവാടക കർമ്മങ്ങളും എല്ലാം നടത്തി അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ അവർക്ക് ഗോളായി അവരെ മെഡിക്കൽ സെന്ററിൽ ഇപ്പൊ കിടക്കുക. ഇപ്പോഴും ഇന്നും മുമ്പേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അമ്പറ്റിയോടൊന്ന് പ്രാർത്ഥിച്ചു, അതിന്റെ കൂടെ ന്യൂമോണിയായി പിടിപെട്ടു, ഇപ്പൊ ഒരു വലിയ ഇവിടെ ഈ മെഡിക്കൽ സെന്ററിൽ കിടക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അമ്പറ്റിയോട് വിളിച്ച് പറയാം, ഭഗവാനോട് വിളിച്ച് പറയാം. അമ്പറ്റി പറഞ്ഞ് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉദാഹരണം ഇതാണ്, നമ്മളൊക്കെയും ആശകളിൽ കൂടി ജീവിക്കുന്നവരാണ്. നമ്മളൊക്കെയും ജീവിക്കുമ്പോൾ ആശകൾ കൂടുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയത്നങ്ങളും എല്ലാം നമ്മൾ ജീവിക്കുമ്പോൾ ആശയോടുകൂടി ജീവിച്ചു വരും. എന്നാൽ നമ്മുടെ തമ്പുരാൻ നമ്മളെ രക്ഷിക്കുമ്പോൾ നമുക്ക് ഉപദേശിച്ച് തരുന്നത്, നമുക്ക് വേണ്ടുന്ന അറിവുകളെ തരുന്നത്, നീ നിന്നെ തന്നെ അറിഞ്ഞ് ജീവിക്കുവാൻ, നിന്നിലുള്ള ദോഷങ്ങളെ നീ ഒഴിവാക്കി ജീവിക്കുവാനാണ് ഭഗവാൻ ആനന്ദജീവിതദേവൻ മുതല് ഇപ്പോൾ നമ്മുടെ അപ്പോറ്റി വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തിരുവചനം. ഇപ്പോൾ നമുക്കറിയാം, മൊബൈൽ വന്നിട്ടുണ്ട്. ഓരോ ഞായറാഴ്ചയും ഭഗവാന്റെ തിരുശബ്ദങ്ങള് ഭഗവാന്റെ രൂപത്തോടു കൂടി നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. തിരുവചനങ്ങളെ, തിരുശബ്ദങ്ങളെ, തിരുനാമ സങ്കീർത്തനങ്ങളെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അവസ്ഥയാണ്. ഏതായാലും സർവശക്തനാവുന്ന ദൈവം ആനന്ദജീവിതദേവ തിരുവടികളുടെ ഈ 97ാമത് ഉത്രാട ജന്മനക്ഷത്രം ഇത്രയും ഭംഗിയാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയാക്കി നടത്തി തന്ന ആ സർവശക്തനാകുന്ന ദൈവത്തോട് ഞാൻ കൂടി നന്ദി പ്രകടിപ്പിക്കുകയാണ്. കാരണം രാവിലെ 6 മണിക്ക് തുടങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒത്തിരി ഞാനങ്ങ് പ്രയാസപ്പെട്ടു. ദൈവമേ, ഭഗവാനെ വിളിച്ചപ്പോൾ അപ്പോറ്റിയെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പോറ്റി പറയുന്നു, അമ്മയുടെ കാര്യം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അനുഗ്രഹപ്രമായി നടക്കട്ടെ എന്ന് ഭഗവാന്റെ ശബ്ദപ്രകാരം ഈ നിമിഷം വരെ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കേണ്ട സമയമായി. ഈ നിമിഷം വരെ ഭഗവാൻ ഈ വർഷത്തെ ഈ ഉത്രാട ജന്മനക്ഷത്രം ഇത്രയും മംഗളപ്രദമായി, സന്തോഷപ്രദമായി, ആനന്ദവല്ലവനാകുന്ന ഭഗവാൻ എഴുന്നള്ളി നടത്തി തന്നതിന് സർവശക്തിയെ അങ്ങേ കൂടാകൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഇത്രയും ഭക്തജനങ്ങളെ ഇനി ഞാൻ എന്ന് കാണുമെന്നാണ് എനിക്കുള്ള വേദന. എന്റെ ഹൃദയത്തിലുള്ള വേദന അതാണ്. ഇത്രയും പേരെ ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് ഇനി നമ്മൾ എപ്പോഴാണെന്ന് വെച്ച് മുട്ടുന്നത്? ഇനി നമ്മൾ എപ്പോഴാണെന്ന് വെച്ച് ഓടി ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത്? ഒന്നിച്ച് നമ്മളൊന്ന് കാണുന്നത് എപ്പോഴാണ്? അതാണ് നമുക്ക് ഇപ്പോഴുള്ള മാനസിക വ്യത്യാസം. നിങ്ങൾ ഓടി വന്ന് ഈ മണ്ണിൽ കൂടി നടക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ വന്നിരുന്ന ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ വന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിർത്തിയില്ല. കാരണം എൻ്റെ പുണ്യതമ്പുരാന്റെ പാദദർശനമേറ്റ പുണ്യഭൂമി. ഞാൻ ഒരു സത്യം ഞാൻ ഓർമ്മ എന്താന്ന് പറഞ്ഞാൽ, ഭഗവാൻ ആശ്രമം ഉദ്ഘാടനത്തിന് വേണ്ടി 4 സെന്റിനകത്ത് ആശ്രമ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഭർത്താവ് മരിച്ച് ആ കൊച്ചു വീടായിരുന്ന സമയത്ത് നമ്മുടെ കയറി വരുന്നതിൻ്റെ അടിയിൽ താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമായി. ആ പ്രദേശത്ത് അവിടെ
പണിത് മതിൽ കെട്ടി ചുറ്റി വന്നപ്പോൾ ആ പ്രദേശത്ത് ആ മണ്ണില് ആ അദ്ദേഹത്തെ അടക്കിയ അതില് ഭഗവാന്റെ പാദവർശനമേറ്റു. അനന്തജി ഗുരുദേവ തിരുവടികളുടെ പുണ്യപാദവർശനമേറ്റു ശവശരീരം അടക്കിക്കഴിഞ്ഞ്. അത് കഴിഞ്ഞ് അമ്മ മരിച്ചപ്പോൾ ഇത് നമ്മളെല്ലാവരും കാണുമ്പോൾ അമ്മയുടെ അവിടെ വീട്ടുവയലിൽ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ ഭർത്താവിനെ അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആ നൈർമന്യമായ അവസ്ഥയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ട് പോകുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുവാൻ നമ്മുടെ ഉടമസ്ഥനായ ശുഭാനന്ദ ഗുരുദേവ തിരുവടികള് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള പരിപൂർണമായ വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള പരിപൂർണമായ വിശ്വാസം നമുക്കുണ്ടാകണം. ആ വിശ്വാസത്തിൽ കൂടി നമ്മളെ നയിക്കുവാൻ നമ്മുടെ ദൈവം കൂടെ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ഈ വർഷത്തെ ഈ ഉത്രാട ജന്മനക്ഷത്ര മഹോത്സവം ഇത്രയും ഭംഗിയാക്കി നടത്തുന്ന സർവശക്തനാകുന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടും ഈ അമ്പൂറ്റിയുടെ തിരുകൽപ്പന പ്രകാരം 6 മണിക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഈ ഉത്രാട ജന്മനക്ഷത്രം ഇവിടെ സമർപ്പിക്കുകയാണ്. അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടി ഇതുപോലെയോ അല്ലെങ്കിൽ ഈശ്വരനാട്ടിലെത്തുവാൻ ജഗദീശ്വരൻ അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണ